നിങ്ങൾ ഒരാളെ കാണുന്നു, ഒരു നിമിഷം മാത്രം. പക്ഷെ ആ നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സ് നിശബ്ദമായി പറയുന്നു, ഇവനാണ്, ഇവളാണ്. എന്താണത്? ഇത് യഥാർത്ഥത്തിൽ പ്രണയമോ, അതോ നമ്മൾ അറിയാതെ നടക്കുന്നൊരു മസ്തിഷ്ക രാസപ്രക്രിയയോ? കാരണം ശാസ്ത്രം പറയുന്നത് ഒന്ന് തന്നെയാണ്, പ്രണയം ഒരു മായയല്ല, ഇത് മസ്തിഷ്കം എഴുതുന്ന ഒരു രാസകഥയാണ്. ലവ്, ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പ്രത്യേക അനുഭൂതി തോന്നും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വാക്ക് എവിടെ നിന്നാണ് വന്നതെന്ന്? ലവ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ഉത്ഭവം വളരെ പഴയ ഓൾഡ് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അവിടെ ഇത് ലുഫു എന്നായിരുന്നു. ക്രിയയായി ലുഫിയാൻ എന്നും ഉപയോഗിച്ചിരുന്നു. അതിന്റെ അർത്ഥം വെറും ഇഷ്ടമല്ല, ആഴമുള്ള കരുതലും ബന്ധവുമായിരുന്നു. ഇതിന്റെ വേരുകൾ പിന്നെയും പഴയതാണ്. പ്രോട്ടോ ജർമാനിക് ഭാഷയിലെ ലുബോ, അതിനും പിന്നിൽ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ റൂട്ട് ലൂബ്. ഈ പുരാതന വേരിന്റെ അർത്ഥം റൊമാൻറ്റിക് ലവ് മാത്രമല്ല, ആഴമുള്ള അറ്റാച്ച്മെന്റ്, കെയർ, ഡിസയർ, ഇമോഷണൽ ബോണ്ടിങ്. അതുകൊണ്ടാണ് ലവ് ഒരു സാധാരണ ഫീലിംഗ് അല്ലാതെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനമായ ഇമോഷനായി മാറിയത്. ഇത് ബ്രെയിനിന്റെ സർവൈവൽ സിസ്റ്റമിലും ഹാർട്ടിന്റെ ഇമോഷണൽ സിസ്റ്റമിലും നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം മനുഷ്യന്റെ തുടക്കം മുതൽ തന്നെ ജീവൻ നിലനിർത്തിയത് ബന്ധങ്ങളിലൂടെയായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും ലവ് എന്ന വാക്ക് അത്ര ശക്തമായിരിക്കുന്നത്. ഇതൊരു മോഡേൺ കോൺസെപ്റ്റ് അല്ല, മനുഷ്യന്റെ ഏറ്റവും പഴയ ഇമോഷണൽ ലാംഗ്വേജ് ആണ് ലവ്. ഒരു വ്യക്തിയോടുള്ള അട്രാക്ഷൻ മാത്രമല്ല, അത് കരുതലാണ്, ബന്ധമാണ്, മനസ്സുകൾ തമ്മിൽ തിരിച്ചറിയുന്ന ഒരു നിശബ്ദ ഭാഷയാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ വാക്കുകളിലൊന്നായി ലവ് ഇന്നും നിലനിൽക്കുന്നത്. നമ്മുടെ ബ്രെയിൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ്. പക്ഷെ അതിനുള്ളിൽ ചെറിയ ചെറിയ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഉണ്ട്. ഇവരാണ് നമ്മുടെ ഫീലിങ്സ്, തോട്ട്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ സന്തോഷം അനുഭവിക്കുമ്പോൾ ഒരു കെമിക്കൽ വരും, അതിൻ്റെ പേര് ഡോപ്പമീൻ. ഇത് ബ്രെയിനിന് പറയുന്നു, ഇത് നല്ല കാര്യമാണ്, വീണ്ടും ചെയ്യണം. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ ഒരു സ്പെഷ്യൽ കെമിക്കൽ വരുന്നു, അതിൻ്റെ പേര് ഓക്സിറ്റോസിൻ. ഇത് നിങ്ങളെ ബന്ധങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. ഇവൻ/ഇവൾ എന്ത് ആളാണ് എന്ന ഫീലിംഗ് നൽകുന്നു. നിങ്ങൾ എക്സൈറ്റഡ് അല്ലെങ്കിൽ പേടിച്ചിരിക്കുമ്പോൾ അഡ്രീനലിൻ പ്രവർത്തിക്കുന്നു. ഇത് ഹൃദയത്തെ വേഗത്തിൽ അടുപ്പിക്കുന്നു, നിങ്ങളെ അലേർട്ടാക്കുന്നു. നിങ്ങളുടെ മൂഡ് ഹാപ്പിയാണോ സാഡ് ആണോ എന്ന് ബാലൻസ് ചെയ്യുന്നത് സെറട്ടോണിനാണ്. ഇത് മനസ്സിനെ സ്റ്റേബിൾ ആക്കുന്നു. നിങ്ങൾ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോഴും നോറെപ്പിനെഫ്രിൻ പ്രവർത്തിക്കുന്നു. ഇത് നിങ്ങളുടെ ബ്രെയിനിനെ കൂടുതൽ ശ്രദ്ധയോടെയാക്കുന്നു. നിങ്ങൾ ശാന്തമായിരിക്കുമ്പോഴും നല്ല ഉറക്കം വരുമ്പോഴും GABA എന്ന കെമിക്കൽ പ്രവർത്തിക്കുന്നു. ഇത് ബ്രെയിനിനെ റിലാക്സ് ആക്കുന്നു, സ്ട്രെസ് കുറയ്ക്കുന്നു. നിങ്ങൾ ഓർമ്മകൾ ഉണ്ടാക്കുമ്പോൾ ആസറ്റൽ കോലീൻ സഹായിക്കുന്നു. ഇത് ലേണിംഗിനും മെമ്മറിക്കും പ്രധാനമാണ്. ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ഫീലിങ്സ്, ലവ്, ഫിയർ, ഹാപ്പിനെസ്, മെമ്മറി എല്ലാം ഉണ്ടാകുന്നത്. അതിനാൽ നമ്മുടെ മനസ്സ് മാജിക് അല്ല, ഇത് ബ്രെയിനിൽ നടക്കുന്ന ചെറിയ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. പ്രണയം തുടങ്ങുന്നത് എപ്പോഴും സുന്ദരമായാണ്. എല്ലാം പെർഫെക്റ്റ് എന്ന് തോന്നുന്നൊരു തുടക്കം, ഒരു സ്മൈൽ, ഒരു മെസ്സേജ്, ഒരു ചെറിയ ശ്രദ്ധ, അതുപോലും വലിയ സന്തോഷമായി തോന്നുന്ന ദിവസങ്ങൾ. ആ നിമിഷങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഒരു കാര്യം മാത്രം, ഇതെപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് അതേ പ്രണയം ചില സമയത്തിന് ശേഷം മാറിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് ബന്ധങ്ങൾ തകർന്നു പോകുന്നത്? ആരംഭത്തിൽ നമ്മുടെ ബ്രെയിൻ ഒരു കെമിക്കൽ സ്റ്റോമിലാണ്. ഡോപ്പമീൻ, ഓക്സിറ്റോസിൻ ഇവ നമ്മെ ഒരുമിച്ച് അടുപ്പിക്കുന്നു. ഓരോ കൂടിക്കാഴ്ചയും സ്പെഷ്യൽ ആക്കുന്നു, ഓരോ സംഭാഷണവും മീനിങ് ഫുൾ ആക്കുന്നു. പക്ഷെ സമയം കടന്നു പോകുമ്പോൾ ഈ കെമിക്കൽസ് സ്ലോലി കുറയുന്നു. അപ്പോൾ എക്സൈറ്റ്മെന്റ് കുറയുന്നു, അതിൻ്റെ സ്ഥാനത്ത് റിയാലിറ്റി വരുന്നു. ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ഒരു പെർഫെക്റ്റ് വേർഷനാണ്. പിന്നീട് നമ്മൾ കാണുന്നത് യഥാർത്ഥ വ്യക്തിയാണ്. അവരുടെ ഫ്ലോസ് കാണാൻ തുടങ്ങുന്നു, നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഉയരാൻ തുടങ്ങുന്നു. റിയാലിറ്റി പക്ഷേ ആ വാക്കിന് പിന്നിൽ 100 കണക്കിന് അൺസെഡ് ഇമോഷൻസ് ഉണ്ട്.
പറയാത്ത വാക്കുകളുണ്ട്, മനസ്സിലാക്കാത്ത ഫീലിംഗ്സ് ഉണ്ട്. ബ്രേക്കപ്പ് ഒരു ഇമോഷണൽ പെയിൻ മാത്രമല്ല, ബ്രെയിനിൽ അതൊരു ലോസായി ഫീൽ ചെയ്യുന്നു. ഒരു അഡിക്ഷൻ സഡൻലി നിർത്തിയ പോലെ. അതുകൊണ്ടാണ് അത് അത്ര പെയിൻഫുൾ ആകുന്നത്. നമ്മൾ നഷ്ടപ്പെടുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, നമ്മൾ നിർമ്മിച്ച മെമ്മറീസാണ്, നമ്മൾ കരുതിയ ഫ്യൂച്ചറാണ്. സത്യം എന്താണെന്നറിയാമോ? ലവ് നിൽക്കാത്തത് കൊണ്ടല്ല, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്. അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, എഫേർട്ട് ഇല്ലാതെ, റെസ്പെക്റ്റ് ഇല്ലാതെ ഏതൊരു ബന്ധവും നിലനിൽക്കില്ല. പ്രണയം ഒരു ഫീലിംഗ് ആണ്, പക്ഷേ റിലേഷൻഷിപ്പ് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ദിവസവും തിരഞ്ഞെടുക്കേണ്ട ഒരു തീരുമാനമാണ്, കെയർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. അതില്ലെങ്കിൽ ഏറ്റവും ശക്തമായ പ്രണയവും സ്ലോലി, സൈലൻ്റായി അവസാനിക്കും.